ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ +2 അക്കൗണ്ടൻസിയിലെ ക്രിസ്മസ് എക്സാമിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ പോകുന്നത്. 2022 ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഈ 2022 ചോദിച്ച് നമ്മുടെ ഇപ്പൊ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ, അപ്പൊ അതൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, പാർട്ട്നേഴ്സ് സാലറി ഈസ് ക്രെഡിറ്റഡ് ടു. പാർട്ട്നേഴ്സിന്റെ സാലറി എങ്ങോട്ടാണ് ക്രെഡിറ്റഡ് ആവുന്നത്? ഏതിലേക്കാണ് ക്രെഡിറ്റഡ് ആവുന്നത്? നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്. ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മുടെ പാർട്ട്നേഴ്സ് സാലറി എങ്ങോട്ടാണ് ക്രെഡിറ്റഡ് ആവുന്നത്? നമ്മുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്. നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, വെൻ എ ന്യൂ പാർട്ട്ണർ ബ്രിങ്സ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഇൻ ക്യാഷ്, ദ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് ടു. ഒരു പുതിയ പാർട്ട്ണർ ഗുഡ് വില്ല് ക്യാഷ് ആയിട്ട് കൊണ്ടുവരുവാണ്. അപ്പം ഈ അക്കൗണ്ട് ഏതിലേക്ക് ഡെബിറ്റഡ് ആവും? ഏതിലേക്കാണ്? ക്യാഷ് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ആവുന്നത്. Then next വരുന്നത്, on the admission of a new partner, the decrease in the value of the asset is credited to. പാർട്ണർ വരുമ്പോഴത്തേക്കും നമ്മുടെ അസറ്റ് റീവാല്യൂ ചെയ്യുമല്ലോ, ആ വാല്യൂ ചെയ്യുമ്പോഴത്തേക്കും ഡിഗ്രീസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് എങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യും? അസറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. Retiring partner share of goodwill is debited to continuing partner capital account in there. ഒരു പാർട്ണർ റിട്ടയർ ആയി പോവാണ്, നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും ഒരു പാർട്ണർ റിട്ടയർ ആയി പോവാണ്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ABC എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റ് ഒരാൾക്ക് 10,000, then second one 20,000, then third one 30,000. ഇങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പം 3 പേരുണ്ട്. അതിൽ C നമ്മൾ റിട്ടയർ ആയി പോവാണ്. ഈ 30,000, ഈ 30,000 കൂടി ഇനി ആർക്ക് കിട്ടും? നമ്മുടെ Aക്കും Bക്കും കിട്ടും. അത് ഏത് റേഷ്യോയിലാണ്? ഈ റേഷ്യോ നമ്മൾ എന്തെന്ന് പറയും? ഗെയിനിങ് റേഷ്യോ എന്ന് പറയും. അപ്പൊ ഈ ഗെയിനിങ് റേഷ്യോയുടെ ബേസിലാണ് ഗുഡ് വില്ലും എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂയിങ് പാർട്ട്ണറിൽ നിന്ന് ഡെബിറ്റ് ആവുന്നത്. ഓക്കെ, അജ്മിയ, ബാദുഷ ആൻഡ് അന്ന were partners in a firm sharing profit and losses in the ratio 2:1:1. ഈ റേഷ്യോയിലാണ് ഈ 3 പേരും കൂടി പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. അന്ന റിട്ടയർസ് ഫ്രം ദ ഫേം ആൻഡ് നോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് റിട്ടയർമെന്റ് ഈസ് 2:1. Then the gaining ratio. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോർമലി 1 മാർക്കിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ചും കൂടി ഒരു ഹൈ ക്ലാസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 3 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ഒക്കെ ചോദിക്കും. ഇത് എങ്ങനെയായാലും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇതിൽ നോക്കുക, പ്രോഫിറ്റ് അന്ന, ബാദുഷ, മജ്മിയ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 2:1:1 എന്നാണ് ഈ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊടുത്തിരിക്കുന്നത്. അന്ന റിട്ടയർസ് ഫ്രം ദ ഫേം. ഇതിൽ നിന്ന് അന്ന എന്തായി? റിട്ടയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഈ അന്നയുടെ ഈ ഒരു ഷെയർ കൂടി ആർക്ക് കിട്ടും? നമ്മുടെ ബാദുഷയ്ക്കും അജ്മിയയ്ക്കും കൂടി കിട്ടും. അപ്പം എത്രയാണ് ഇവർക്ക് കിട്ടിയ റേഷ്യോ അല്ലെങ്കിൽ ഗെയിനിങ് റേഷ്യോ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. അത് അജ്മിയർ ന്യൂ റേഷ്യോ എത്രയാണ്? ന്യൂ റേഷ്യോ എന്ന് പറയുമ്പോൾ 2/3 ആണ് ന്യൂ റേഷ്യോ. ഈ 3 എവിടെ നിന്ന് വന്നു? 2 ആണ് അജ്മിയർ റേഷ്യോ. ഈ 3 എവിടെ നിന്ന് വന്നു? 2+1. ഓക്കെ, അപ്പൊ 2/3. then next 2/3 മൈനസ് ഓൾഡ് റേഷ്യോ എങ്ങനെ വരും നമുക്ക്? അതും അജ്മീർ 2/4 ആണ്. അപ്പൊ 2/4 എവിടെ നിന്ന് വന്നു? ഈ 4 എവിടെ നിന്ന് വന്നു? 2+1+1 എത്രയാണ്? 4, വിച്ച് ഈസ് ഈക്വൽ ടു. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യുന്നത്? ഒരുപാട് പേർക്ക് ഞാൻ കഴിഞ്ഞ ഇയറിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇത് എങ്ങനെയാണ് ഈ താഴത്തെ സംഭവങ്ങളൊക്കെ മൈനസ് ചെയ്ത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് വരാം. നിങ്ങൾ ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാക്ട് ആൻസർ കിട്ടത്തില്ല, നല്ല വേരിയേഷൻ വരും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ഇപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് ഈ ഒരു ഡിനോമിനേറ്റർ 2 പേരുടേതും സെയിം ആക്കണം. ഓക്കെ, ഇപ്പൊ ഏത് നമ്പർ ഈ അജ്മിയുടെ ഈ ഒരു ഷെയർ അല്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടുമ്പോഴത്തേക്ക് മാറ്റാനായിട്ട് 2 പേര് ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പൊ ഇവിടെ ഇവർ കണ്ടുകൊടുക്കും എന്തില്ല? 3ക്കും 4നും കോമൺ ഫാക്ടർ ഇല്ല. ഓക്കെ, ഒരു ടേബിളിൽ കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഒരു 4നെ നമുക്ക് 3യിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ 4ൽ താഴെ എന്താണോ ചെയ്യുന്നത് അതിനെ മേളിലും ചെയ്യണം. അതുപോലെ ഈ 3യെ നമുക്ക് ഇവിടെ 4ലും ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ വരും? 8 - 6/12 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2/12. ഇതാണ് നമ്മുടെ അജ്മീർ ഷെയർ. ഇതിപ്പോ എങ്ങനെയാണ് ഈ ഒരു ഷെയർ കണ്ടുപിടിക്കുക, മൈനസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ ഈ പ്രോബ്ലം ആയിട്ട് വലിയ റിലേറ്റഡ് അല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ബാദുഷയുടെ ഷെയർ എത്രയാണ്?
ബാദുഷയുടെ ന്യൂ ഷെയർ എന്ന് പറയുമ്പോൾ 1/3 മൈനസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇതുപോലെ നമുക്ക് ഇൻഡു ചെയ്തിട്ട് ഡിനോമിനേറ്റർ സെയിം ആക്കിക്കൊണ്ട് ഇത് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1/12 എന്ന് ആൻസർ കിട്ടും. ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഇൻറ്റു 3 ഇൻറ്റു 4 അപ്പം എങ്ങനെ വരും 4 വിച്ച് ഈസ് ഈക്വൽ ടു 4 മൈനസ് 3/12 is equal to 1/12. ഇങ്ങനെയാണ് ഇത് വന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പം ആൻസർ എങ്ങനെ വരും? അപ്പൊ ഗെയിനിങ് റേഷ്യോയുടെ ആൻസർ എത്രയാണ്? ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു 2:1. അപ്പൊ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? 2:1. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും 6th ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. ഇതിലെ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ട്രൂ ഫോൾസ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എ റിട്ടൺ എഗ്രിമെന്റ് ഈസ് കമ്പൽസറി ഫോർ ഫോർമുലേഷൻ ഓഫ് എ വാലിഡ് പാർട്ട്ണർഷിപ്പ്. ഒരു പാർട്ട്ണർഷിപ്പ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ റിട്ടൺ എഗ്രിമെന്റ് കമ്പൽസറി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എന്താണ്? ഫോൾസ് ആണ്. നമ്മുടെ ഓൾറെഡി നമ്മൾ ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പം പറഞ്ഞു മേ ബി ഓറൽ ഓർ റിട്ടൺ മതി ഒരു എഗ്രിമെന്റ്. ഇപ്പൊ മേ ബി റിട്ടൺ ആണെങ്കിൽ അതിനെ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. അത് നമുക്ക് എന്തും ആവാം, ഓറൽ വേണമെങ്കിലും ആവാം. അപ്പം ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഫോൾസ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ഈസ് ടു ബി ഗിവൺ അറ്റ് 6% per annum if the partnership deed is silent. പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ പീരീഡ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 6%ലാണ് എന്ത് കൊടുക്കുന്നത്? പാർട്ട്നേഴ്സിന് ലോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ട്രൂ ഓർ ഫോൾസ്? അത് ട്രൂ ആണ്. ഇങ്ങനത്തെ ഇത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഇത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കത്തില്ല, എന്തെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു സംഭവം ബേസ് ചെയ്ത് 6% ലോൺ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അഖിൽ, അജയ് ആൻഡ് സുജ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2:1. ഈ റേഷ്യോയിൽ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആണ് അവർ മൂന്നും. അജയ് റിട്ടേഴ്സ് ആൻഡ് ഗുഡ് വിൽ ഓഫ് ദ ഫേം ഈസ് വാല്യൂഡ് അറ്റ് 60,000. ഓക്കെ, അപ്പം ഇവർ മൂന്നുപേരും കൂടിയിട്ട് ഇവരുടെ ഷെയർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 3:2:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അജയ് റിട്ടയർ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ് വില്ല് വാല്യൂ ചെയ്തപ്പം എത്രയാണ് എമൗണ്ട് വന്നത്? 60,000 രൂപയാണ് എന്താ എമൗണ്ട് വന്നത്. ഓക്കെ, അപ്പൊ അഖിൽ ആൻഡ് സുജയ് ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:1. അഖിലും സുജയും കൂടെ 3:1 റേഷ്യോയിലാണ് എന്താണ് അജയ് പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. പാസ്റ്റ് ജേർണൽ എൻട്രി ഫോർ റെക്കോർഡ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് ഈ 60,000 അജയ്ക്കും കൂടെ പോകുന്ന അജയ്ക്കും കൂടിയിട്ട് അവകാശമുണ്ടല്ലോ. അപ്പം ഈ 60,000 അജയുടെ ഷെയർ എത്രയെന്ന് വേണം കണ്ടുപിടിക്കണം. അജയുടെ ഷെയർ കണ്ടുപിടിക്കാൻ എളുപ്പം. നമുക്കിവിടെ അജയുടെ എന്ത് തന്നിട്ടുണ്ട്? ഷെയർ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അജയുടെ 2 ആണല്ലേ. അപ്പം 2/6 ഇൻറ്റു 60,000 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും? അജയുടെ ഷെയർ കിട്ടും. അപ്പൊ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും അജയ് ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ന ഹെഡിങ് കൊടുത്തിട്ട് വേണം ഈ ഒരു സംഭവങ്ങളൊക്കെ എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് 20,000 രൂപയാണ് കിട്ടാനുള്ളത്. ഓക്കെ, അപ്പം ഈ 20,000 രൂപ വേണം ആർക്ക് ഷെയർ ആയിട്ട് കൊടുക്കാനായിട്ട്? അഖിലും അതുപോലെ ആ സുജയും കൂടെ ഈ ഒരു റേഷ്യോയിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഷെയർ ചെയ്യാം? അത് അഖിലിന്റെ ഫസ്റ്റ് നോക്കാം. അഖിൽ കൊടുക്കേണ്ടത് 3 ആണല്ലേ. അപ്പം 3/4 ഇൻറ്റു 20,000. അപ്പൊ എങ്ങനെ വരും ആൻസർ? 15,000 എന്ന് വരും. അതുപോലെ തന്നെ നമ്മുടെ സുജയുടെ കൊടുക്കുമ്പോൾ സുജ ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 20,000 വിച്ച് ഈസ് ഈക്വൽ ടു 5,000. അപ്പൊ ഈ 20,000 ഇത് രണ്ടുപേരും കൂടി ഇത്രയാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ജേർണൽ എൻട്രി വരുന്നത് അഖിൽസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് 15,000, സുജാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ് 5,000 ടു അജയ് ക്യാപിറ്റൽ അക്കൗണ്ട് 20,000. ഇങ്ങനെയാണ് നമ്മുടെ ജേർണൽ എൻട്രി വരുന്നത്. അപ്പൊ ഈ ഒരു എമൗണ്ട് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ ഇത് ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. then നമുക്ക് നോക്കാം 8th ക്വസ്റ്റ്യൻ. എ ബിസിനസ് ഹാസ് ഏൺഡ് ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ് 1 lakh. ഒരു ബിസിനസിന്റെ ഒരു ആവറേജ് പ്രോഫിറ്റ് 1 lakh ആണ്. അപ്പൊ അതുപോലെ തന്നെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ അസറ്റ് ഓഫ് ദ ബിസിനസ് ഗിവൺ ദ അസറ്റ് ആൻഡ് ബിസിനസ് ആർ 10 lakh and the external liabilities കൊടുത്തിട്ടുണ്ട് 1,80,000. the normal rate of return is 10,000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴത്തേക്കും നിങ്ങൾ ഈവൻ ആൻസർ എഴുതുമ്പോൾ
എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമ്മുടെ മാത്സ് ആണല്ലോ, അപ്പൊ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് തരും. ഓക്കെ, അപ്പം ആവറേജ് പ്രോഫിറ്റ് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് അസറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അസറ്റ് എത്രയും തന്നിട്ടുള്ളത് 10 lakh. നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്യാപിറ്റലൈസേഷൻ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് എന്താന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ് വില്ല് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ഗുഡ് വില്ല് ക്യാപിറ്റലൈസ്ഡ് മെത്തേഡ് പ്രകാരം. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പൊ എന്താണ്, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ്. പ്രോഫിറ്റ് എത്രയാണ്, ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 1 lakh ആണ്. അപ്പൊ 1 lakh 100 by എത്ര ആവറേജ് റിട്ടേൺ 100. അപ്പൊ ആൻസർ നമുക്ക് വരുന്നത് 10 lakh ആണ് നമുക്ക് ആൻസർ വരുന്നത്. അപ്പൊ 10 lakh ആൻസർ വരും. അപ്പൊ 10 lakh നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ എംപ്ലോയിഡ്, ക്യാപിറ്റൽ വാല്യൂ ആണ് നമുക്കിപ്പോ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ്. അപ്പൊ അസറ്റിന്റെ വാല്യൂ എത്രയായിരുന്നു, 10 lakh ആണ് അസറ്റിന്റെ വാല്യൂ അല്ലെ. അപ്പൊ നമുക്ക് 10 lakh മൈനസ് അത് 1,80,000 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും, 8,20,000 കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഇക്വേഷൻ എങ്ങനെയായിരുന്നു, നമ്മുടെ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വാല്യൂ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പൊ ഇതിൽ ക്യാപിറ്റൽ വാല്യൂ എത്ര രൂപയാണ്, 10 lakh ആണ്. അപ്പൊ 10 lakh മൈനസ് 8,20,000 which is equal to 1,80,000. ഇപ്പൊ 1,80,000 ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലായാലും നമുക്ക് ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലായാലും ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഡക്റ്റ് മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. കൗശിക് എ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം വിഡ്രോ ഫോളോയിങ്. ഓക്കെ, കൗശിക് എന്ന് പറയുന്ന ഒരാള് ഇത്രയും ഒരു സംഭവങ്ങൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പം റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ റിട്ടേൺ തന്നിട്ടുണ്ട്, 10% per annum ആണ്. അപ്പൊ നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പെട്ടിയാണ് ആവശ്യം. ഡേറ്റ്, എമൗണ്ട്, പീരീഡ്, പ്രോഡക്റ്റ്, ഇങ്ങനെ ഒരു സംഭവമാണ് ആവശ്യം. അപ്പൊ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു സംഭവം ഡേറ്റും എമൗണ്ടും അതേപോലെ എഴുതുക, വേറെ ഒന്നും ചെയ്യേണ്ട, അതേപോലെ എഴുതുക. ദെൻ പീരീഡ്, ഈ പീരീഡ് എങ്ങനെ എഴുതാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയത് 31st മാർച്ചിലാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ബുക്ക് ക്ലോസ് ചെയ്യുന്നത് 31st മാർച്ചിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഡ്രോണിങ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് നടത്തിയത് എപ്പോഴാണ്, ഏപ്രിലാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ 11 months ആണ്. അപ്പൊ അതാണ് ആ പീരീഡ് ആണ് 11 ഇവിടെ വന്നേക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കുക, 1 തീയതി ജൂൺ 1 എന്ത് ചെയ്ത് ഈ വിഡ്രോ നടത്തിയിരിക്കുന്നത്. ജൂൺ 1 ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ജൂൺ മന്തും കൂടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 10 months. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ 9th month ആണ്, സെപ്റ്റംബർ ആണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ നമുക്ക് 7 months വന്നു. അതുപോലെ തന്നെ ഇവിടെ ഡിസംബറിലാണ്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇപ്പൊ 4 months. നെക്സ്റ്റ് ജാനുവരിയിലാണ് അപ്പൊ ഫെബ്രുവരി, മാർച്ച്, 2 months. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി പീരീഡും കിട്ടി, നമുക്ക് എമൗണ്ടും കിട്ടി, ഡേറ്റ്, ഇത് ഇത്രയും സംഭവം മനസ്സിലായി. ഇനി നമ്മൾ ഈ പീരീഡിനെ ഈ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 66,000 ആണ് വരുന്നത്, 66,000. ദെൻ നെക്സ്റ്റ് 4,000 into 10 എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര വരും, 40,000 വരും. ദെൻ നെക്സ്റ്റ് 3,000 into 7 21,000 ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് നോർമലി മൾട്ടിപ്ലിക്കേഷനും കുറച്ച് എന്താണ് ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് പറ്റും. ദെൻ 2,000 into 2 എന്ന് പറയുമ്പോഴത്തേക്കും 4,000, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു എമൗണ്ട് ഇല്ലേ, ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു എമൗണ്ട് എല്ലാം കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഈ എമൗണ്ട് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1,51,000 ആണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇത് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് പ്രോഡക്റ്റ്, എല്ലാ പ്രോഡക്റ്റിന്റെയും സം 1/2 into rate of interest by 100. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സം ഓഫ് പ്രോഡക്റ്റ് നമുക്ക് എത്രയാണ് വന്നത്, 1,51,000 ആണ് സം ഓഫ് പ്രോഡക്റ്റ്. ഇൻറ്റു 1/2 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് ക്വസ്റ്റിന് പറഞ്ഞിട്ട് 10 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 10/100. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് 1,258.2 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യുന്നത്. ഇത് ഉറപ്പായിട്ട് ചോദിക്കുക, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോഡക്റ്റ് മെത്തേഡിൽ എങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ
Nimmi, Ammu, Rekha are partners in equal partners. Rekha decided on retirement on the date of retirement. The balance sheet is as follows. General reserve 30,000. Profit and loss account 15,000. Pass the journal entries adjustment. അപ്പം 3 പാർട്ട്നേഴ്സ് ആയിരുന്നു. ഇതിൽ നിന്ന് രേഖ റിട്ടയർ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് 3 പേർക്കും ഈക്വൽ ഷെയർ ആണ്. എന്തായാലും ഈ 3 പേർക്കും ഈക്വൽ ഷെയർ ആണ്. അപ്പം ഇവിടെ ജനറൽ റിസർവ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 15,000 രൂപ ഉണ്ട്. അപ്പൊ ഇത് 3ഉം നമുക്ക് ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം? ഈ 3 പാർട്ട്നേഴ്സിനും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യാം? ഏത് റേഷ്യോ ഒന്നുമില്ല, നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയാൽ മതി? ഫുൾ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് നിമ്മീസ് ജനറൽ റിസർവിൽ നിന്നും ജനറൽ റിസർവ് 30,000 രൂപ, നിമ്മിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 10,000, അമ്മുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 10,000, രേഖയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് മറ്റ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പം നിമ്മീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000, അമ്മൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000, രേഖാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000, 15,000 നമ്മൾ ഷെയർ ചെയ്തത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ജേർണൽ എൻട്രി കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പൊ എല്ലാവരും ഈ വീഡിയോസ് മുഴുവനായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ബാക്കി സബ്ജക്ട്സിന്റെ ക്ലാസ്സസും ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും വേണ്ടിയിട്ടുള്ള ഫുൾ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട്, ആ ഒരു പോർഷൻ സ്പെസിഫിക് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.